2023 ഏകദേശം നാളത്തോടു കൂടി നമ്മോട് വിട പറയുകയാണ്. ട്രൂവിൻ ഈ മെർക്കന്റൈൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ സംരംഭത്തിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള തേനീച്ച കൃഷിയും പരിപാലനവും അതിന്റെ 3-ാം ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കുന്നത്. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് സർവേശ്വരനായ ദൈവത്തോട് 2 മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശോഭന മാഡത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. മാഡം പ്ലീസ്. ഓക്കെ, താങ്ക് യു. എങ്ങുമെങ്ങും നിറഞ്ഞൊരൻ ദൈവമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ ഇന്നുമെന്നിൽ ദയാ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തക പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമാം തൊഴും സത്യവും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല രീതിയായി എൻ 2 കൈകളിൽ നന്മയായി നീ കടന്നിരിക്കണമേ. കൃഷ്ണനിൽ കണ്ട ഭക്തവാത്സല്യവും, ശ്രീമുഖം അതിൻ കാരുണ്യശീലവും, ക്രിസ്തുദേവന്റെ ത്യാഗവും സ്നേഹവും, ബാഹുജീതൻ അഹിംസയും നീയല്ലോ. എങ്ങുമെങ്ങും നിറഞ്ഞൊരൻ ദൈവമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ ഇന്നുമെന്നിൽ ദയാ ചൊരിയണമേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അധികം നീട്ടി ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ഒരുപാട് പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ച് ടയർഡാണ്. അപ്പോ ഇന്ന് നമുക്കറിയാം, ട്രൂവിൻ ഈ മെർക്കന്റൈൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മഹാസംരംഭം ചാരിറ്റിക്ക് മുൻഗണന കൊടുത്തുകൊണ്ടും 10-ലേറെ പ്രൊജക്റ്റുകൾ മുൻനിർത്തിക്കൊണ്ടും ഡയറി ഫാം, അതേപോലെ തന്നെ ചിക്കൻ ഫാം, തേനീച്ച കൃഷി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രൊജക്റ്റുകൾ മുൻനിർത്തിക്കൊണ്ട് ട്രൂവിൻ ഇന്ന് കേരളത്തിൽ അതിൻ്റെതായിട്ടുള്ള ജൈത്രയാത്ര തുടരുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മളെ ഗ്രൂപ്പിൽ കണ്ടതാണ്, നമ്മുടെ മുൻ മന്ത്രി വിജയലക്ഷ്മിയുമായി നമ്മുടെ എക്സിക്യൂട്ടീവ് CMD ഇന്ന് നമ്മുടെ ഫാമുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓരോ വ്യക്തികളെയും സ്വയം സംരംഭരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ട്രൂവിൻ എന്ന പ്രസ്ഥാനത്തെ സ്നേഹിച്ച്, ട്രൂവിൻ എന്ന പ്രസ്ഥാനത്തെ വിശ്വസിച്ച്, ട്രൂവിൻ എന്ന പ്രസ്ഥാനത്തിൽ കൂടി ഒരു വരുമാനം നേടണം, ഒരു ബിസിനസ് മാനും അഥവാ ഒരു ബിസിനസ് വുമണും ഒക്കെ ആയി നമ്മുടെ ലൈഫിലെ നമ്മൾ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെന്ന് എന്നൊരു മഹാസ്വപ്നം സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇന്ന് ഓരോ ആളുകളും ട്രൂവിനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ദിവസവും വരുമാനം നേടുന്നതിനപ്പുറം ചാരിറ്റിക്ക് സാന്ത്വനം ഏകുവാൻ വേണ്ടി ട്രൂവിൻ നിന്ന് വരുന്ന 1-ാം തീയതിയോട് കൂടി ക്ലോത്ത് ഡൊണേഷൻ എന്ന ഒരു മഹാ സംരംഭം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ്. അപ്പൊ നമുക്കറിയാം, ഇന്ന് നമ്മൾ എല്ലാ ശനിയാഴ്ചയും ബഹുമാനപ്പെട്ട എബി ജോൺ സാർ കൊട്ടാരക്കര, അദ്ദേഹം റബ്ബർ ബോർഡിന്റെ ട്രെയിനറാണ്, അതേപോലെ തേനീച്ച കൃഷിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ അറിവും, അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് നമുക്ക് തേനീച്ച കൃഷിയിൽ കൂടി ഒരു വരുമാനം നേടുക എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 2 വാരത്തോട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3-ാമത്തെ വാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ എബി ജോൺ സാർ നമ്മുടെ സൂം മീറ്റിംഗ് സന്നിധരായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല.
നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ വേണ്ടി എബി ജോൺ സാർ കൊട്ടാരക്കരയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സർ, പ്ലീസ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എബി, കൊട്ടാരക്കരയാണ് വീട്. നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. കേൾക്കുന്നുണ്ടോ? 1-2 പേരൊന്ന് പ്രതികരിക്കും. ഓക്കെ സാറേ, ഓക്കെയാണ്. നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ വിവിധതരം തേനീച്ചകളെ കുറിച്ച് പറഞ്ഞായിരുന്നു. 2ാമത്തെ ക്ലാസ്സിൽ തേനീച്ച കൂട്ടിലുള്ള അംഗങ്ങൾ, കുടുംബം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചത്. 3ാമത്തെ ക്ലാസ്സിൽ തേനീച്ച വളർത്തലിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ എന്തൊക്കെ വേണം, അതിൻ്റെ വ്യാവസായിക സാധ്യത, ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ തേനീച്ച കുടുംബം എന്നുള്ള വിഷയമാണ് നമ്മൾ എടുത്തത്. തേനീച്ച കുടുംബത്തിൽ 3 അംഗങ്ങളാണുള്ളത്. 1 റാണി തേനീച്ച, 2 വേലക്കാരി തേനീച്ച, 3 ആണീച്ച. അങ്ങനെ 3 തരത്തിലുള്ള അംഗങ്ങളാണ് ഉള്ളത്. 3 തരത്തിൽ ഉള്ള അംഗങ്ങളുണ്ടെങ്കിലും റാണി 2 തരത്തിലുള്ള മുട്ടയാണ് ഇടുന്നതെന്ന് പറഞ്ഞു. 1 ബീജസങ്കലനം നടന്ന മുട്ടയും 2 ബീജസങ്കലനം നടക്കാത്ത മുട്ടയും. ബീജസങ്കലനം നടന്ന മുട്ടയിൽ നിന്നാണ് റാണി തേനീച്ചയും വേലക്കാരി തേനീച്ചയും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ബീജസങ്കലനം നടക്കാത്ത മുട്ടയിൽ നിന്നാണ് ആണീച്ചകൾ ഉണ്ടാകുന്നത്. ഈ റാണി തേനീച്ച ബീജസങ്കലനം നടന്ന മുട്ടയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. വേലക്കാരി തേനീച്ചകളും ബീജസങ്കലനം നടന്ന അതേ മുട്ടയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഒരേ മുട്ടയിൽ നിന്നുണ്ടാകുന്ന ഈ 2 തേനീച്ചകൾക്കും അവരുടെ ആയുസ്സിന്റെ വലിപ്പം വ്യത്യസ്തമാണ്. നമ്മുടെ റാണി തേനീച്ച ഏകദേശം ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ ജീവിച്ചിരിക്കും എന്നുള്ളതാണ് കണക്ക്. അതേ മുട്ടയിൽ നിന്നുണ്ടാകുന്ന വേലക്കാരി തേനീച്ച ഏതാണ്ട് 50 ദിവസം 60 ദിവസം ആണ് അവരുടെ ആയുസ് എന്ന് പറയുന്നത്. ഓഫ് സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വർക്കിംഗ് ഒന്നും നടക്കാത്ത സീസണുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലങ്ങളിൽ അവർ 90 ദിവസം വരെയൊക്കെ ജീവിച്ചിരിക്കുമെന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു വേലക്കാരി തേനീച്ചയുടെ ആയുസ് എന്ന് പറയുന്നത് 90 ദിവസമാണ്. 45 മുതൽ 60 ദിവസം വരെയാണ് അവരുടെ ആയുസ് ശരാശരി കണക്ക് കൂട്ടുമ്പോൾ. ഓഫ് സീസണിൽ അവർ 90 ദിവസം വരെ ജീവിച്ചിരിക്കും. അതേ മുട്ടയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റാണി, ആ റാണിക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ ജീവിക്കാനുള്ള കഴിവുണ്ട്, ആയുസ്സുണ്ട് അവർക്ക്. എന്താണ് ഇതിന് കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർ കഴിക്കുന്ന ഫുഡിലാണ് അതിന്റെ കാരണം ഇരിക്കുന്നത്. റാണി കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് റോയൽ ജെല്ലി എന്ന് പറയുന്ന ആഹാരമാണ്. റോയൽ ജെല്ലി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. റോയൽ ജെല്ലി എന്ന് പറയുന്നത് പുതുതായിട്ട് വിരിഞ്ഞിറങ്ങി വരുന്ന തേനീച്ചകളുടെ തലയുടെ നടുവിൽ കൂടി ഒഴുകി വരുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. തേനീച്ച പാൽ എന്നും അതിന് വിളിപ്പേരുണ്ട്, തേനീച്ച പാൽ. റോയൽ ജെല്ലി എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണവും സൗന്ദര്യവർദ്ധക വസ്തുവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര വിലയുമാണ്. തേനീച്ചക്കൂട്ടിൽ നിന്ന് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. 1 തേൻ കിട്ടുന്നുണ്ട്, 2 പൂമ്പൊടി കിട്ടുന്നുണ്ട്, 3 ബീ വാക്സ്, 4 റോയൽ ജെല്ലി, 5 ബീ വനം. അങ്ങനെ 5 തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് ലഭിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതിലെ ബീ വനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു ഉൽപ്പന്നമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. അത് ഹൈപ്പോഫാരീജിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന തലയുടെ നടുവിലുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഏകദേശം 4 മുതൽ 13 ദിവസം വരെ പ്രായമായിട്ടുള്ള
തേനീച്ചകളിൽ നിന്നാണ് ഈ റോയൽ ജെല്ലി ഉൽപാദനം ഉണ്ടാകുന്നത്. ആ വിഷയത്തെ കുറിച്ച് ഞാൻ പിന്നെ വരാം. അപ്പോൾ അവർ കഴിക്കുന്ന ഫുഡിന്റെ വ്യത്യാസത്തിൽ അവർക്ക് ആയുസ്സിന് നീളമുണ്ട്. അങ്ങനെ ഈ റാണി 2 തരത്തിലുള്ള മുട്ടകൾ ഇടുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ബീജസങ്കലനം നടന്ന മുട്ടയും 2 ബീജസങ്കലനം നടക്കാത്ത മുട്ടയും. റാണി മുട്ട എന്ന് പറയുന്നൊരു മുട്ടയില്ല. റാണി മുട്ടയാക്കി രൂപമാറ്റം വരുന്നത് ബീജസങ്കലനം നടന്ന മുട്ടയ്ക്ക് അധികം റോയൽ ജെല്ലി നൽകിയാണ്. നമ്മുടെ തേനീച്ച, ആ തേനീച്ചയുടെ ജീവിത ചക്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ജീവിതചക്രം. റാണി 2 തരത്തിലുള്ള മുട്ട ഇടുന്നു എന്ന് പറഞ്ഞു. ആ 2 തരത്തിലുള്ള മുട്ടകളിൽ ഒന്ന് ബീജസങ്കലനം നടന്ന മുട്ടയാണ്, 2 ബീജസങ്കലനം നടക്കാത്ത മുട്ടയാണ്. റാണി ഏത് മുട്ട ഇട്ടാലും ആദ്യത്തെ 3 ദിവസം റോയൽ ജെല്ലി എന്ന് പറയുന്ന ഭക്ഷണമാണ് ഈ മുട്ടകൾക്ക് കൊടുക്കുന്നത്. ഈ റോയൽ ജെല്ലിയിൽ കിടന്നിട്ടാണ് ആ മുട്ട വിരിഞ്ഞ് പുഴുവായിട്ട് മാറുന്നത്. മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്നത് ഈ റോയൽ ജെല്ലിയിൽ കിടന്നിട്ടാ. 3 ദിവസം മുട്ടയായിട്ടിരിക്കും. 4-ാമത്തെ ദിവസം വിരിഞ്ഞ് പുഴുവായിട്ട് മാറും. അങ്ങനെ പുഴുവായിട്ട് മാറിയ ഒരു പുഴു, അത് ആണീച്ചയാണെന്നുണ്ടെങ്കിൽ 24-ാമത്തെ ദിവസം പൂർണ്ണ വളർച്ച എത്തിയ ആണീച്ചയായി പുറത്തേക്ക് വരും. 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 4-ാമത്തെ ദിവസം വിരിഞ്ഞ് പുഴുവായി, 24-ാമത്തെ ദിവസം പൂർണ്ണ വളർച്ച എത്തിയ ആണീച്ചയായിട്ട് പുറത്തേക്ക് വരും. അത് വേലക്കാരി തേനീച്ചയാണെങ്കിൽ 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 4-ാമത്തെ ദിവസം പുഴുവായി, ആ പുഴുവിന് വളർച്ച പ്രാപിച്ച് സമാധിയിലേക്ക് പോയി, 21-ാമത്തെ ദിവസം അതും പൂർണ്ണ വളർച്ച എത്തിയ തേനീച്ചയായിട്ട് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ റാണിയാവേണ്ടുന്ന മുട്ടയാണെങ്കിലും 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 4-ാമത്തെ ദിവസം അത് വിരിഞ്ഞ് പുഴുവായി, 16-ാമത്തെ ദിവസം പൂർണ്ണ വളർച്ച എത്തിയ റാണി തേനീച്ചയായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ റാണി ഇടുന്ന മുട്ടയ്ക്ക് പല അവസ്ഥകളുണ്ട്. ഒന്ന് മുട്ട, പ്യൂപ്പ, സമാധി, പൂർണ്ണ വളർച്ച എത്തിയ തേനീച്ച. അങ്ങനെ 4 അവസ്ഥയിൽ കൂടെയാണ് ഒരു മുട്ട വിരിഞ്ഞ് അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് വരുന്നത്. മുട്ട, പുഴു, സമാധി, പൂർണ്ണ വളർച്ച എത്തിയ തേനീച്ച. അങ്ങനെ 4 അവസ്ഥ പിന്നിട്ടിട്ടാണ് നമ്മൾ കാണുന്ന തേനീച്ച രൂപപ്പെടുന്നത്. അപ്പം എല്ലാ മുട്ടകളും 3 ദിവസം മുട്ടയായിട്ടിരിക്കും, 4-ാമത്തെ ദിവസം വിരിഞ്ഞ് പുഴുവാകും. വേലക്കാരി തേനീച്ചകളാണെന്നുണ്ടെങ്കിൽ 6 ദിവസം കൊണ്ടാണ് അത് സമാധിയിലേക്ക് പോകുന്നത്. 6 ദിവസം കൊണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച വളർത്തലിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ഈ തേനീച്ചക്കൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. തേനീച്ചക്കൂടിന്റെ ഓരോ അവസ്ഥകളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ വേലക്കാരി തേനീച്ചയാണെങ്കിൽ 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 4-ാമത്തെ ദിവസം വിരിഞ്ഞ് പുഴുവായി, അത് 6 ദിവസം കൊണ്ട് ആ പുഴു വളർന്ന് 7-ാമത്തെ ദിവസം അത് തൻ്റെ ശരീരത്തെ ഒരു കൊക്കൂണ് കൊണ്ട് പൊതിയും. കൊക്കൂണ് കൊണ്ട് അവർ തന്നെ പൊതിഞ്ഞ ശേഷം അവർ സുഖനിദ്രയിലേക്ക് പോവുക. പിന്നെ അവര് വിരിഞ്ഞിറങ്ങുന്നത് 21-ാമത്തെ ദിവസമാണ്. അപ്പം തേനീച്ച ഒരു വേലക്കാരി തേനീച്ചയാണെങ്കിൽ അത് സമാധി ദശ, അവരുടെ സമാധി കാലം എന്ന് പറയുന്നത് ഏതാണ്ട് 12 ദിവസമാണ്. 3 ദിവസം മുട്ട, 6 ദിവസം പുഴു, 6, 3, 9, 12 ദിവസം സമാധി ദശയിലേക്ക് പോയി 21-ാമത്തെ ദിവസം വിരിഞ്ഞു വരും. പൂർണ്ണ വളർച്ച എത്തിയ വേലക്കാരി തേനീച്ചയായിട്ട് വിരിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ആണീച്ചകളാണെന്നുണ്ടെങ്കിൽ 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 4-ാമത്തെ ദിവസം പുഴുവായിട്ട് മാറി, 7 ദിവസം അത് പുഴുവിന്റെ ആ വളർന്ന്
സമാധിദേശയിലേക്ക് പോയി 24-ാമത്തെ ദിവസം പൂർണ്ണ വളർച്ചയെത്തി ആണീച്ചയായിട്ട് മാറും. അപ്പോ ആണീച്ചകളുടെ സമാധിദശ എന്ന് പറയുന്നത് 7, 3, 10, 14 ദിവസമാണ്. ആണീച്ചകളുടെ സമാധിദശ എന്ന് പറയുന്നത് 14 ദിവസമാണ്. വേലക്കാരികളുടെ സമാധിദശ എന്ന് പറയുന്നത് 12 ദിവസമാണ്. അതുപോലെ തന്നെ റാണിയാകേണ്ടുന്ന മുട്ടയാണെങ്കിൽ 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 4-ാമത്തെ ദിവസം വിരിഞ്ഞ് പുഴുവായി. 5 ദിവസം കൊണ്ട് അവര് വളർന്ന് 16-ാമത്തെ ദിവസം പൂർണ്ണ വളർച്ചയെത്തിയ റാണിയായിട്ട് മാറും. അപ്പം റാണിയുടെ സമാധിദശ എന്ന് പറയുന്നത് 8 ദിവസമാണ്. 5 ദിവസം പുഴുവിന്റെ സ്റ്റേജിലേക്ക് വന്നു, 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 5, 3, 8. സമാധിദശ 8 ദിവസം കൂടെ ആകുമ്പോഴത്തേക്കും 16-ാമത്തെ ദിവസം പൂർണ്ണ വളർച്ചയെത്തിയ റാണിയായിട്ട് പുറത്തേക്ക് വരും. ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. മുട്ട, പുഴു, സമാധി. എല്ലാ മുട്ടകളും 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 4-ാമത്തെ ദിവസം വിരിഞ്ഞു പുഴുവായി. ആണീച്ചകളാണെന്നുണ്ടെങ്കിൽ 7 ദിവസം പുഴു വളർന്ന് 14 ദിവസം കൊണ്ട് സമാധിദശ കഴിഞ്ഞ് 24-ാമത്തെ ദിവസം പൂർണ്ണ വളർച്ചയെത്തിയ തേനീച്ചയായിട്ട് പുറത്തേക്ക് വരും. അത് വേലക്കാരി തേനീച്ചയാണെങ്കിൽ 3 ദിവസം മുട്ട, 6 ദിവസം പുഴു, 12 ദിവസം സമാധിദശ കഴിഞ്ഞ് 21-ാമത്തെ ദിവസം അത് പൂർണ്ണ വളർച്ചയെത്തിയ തേനീച്ചയായിട്ട് പുറത്തേക്ക് വരും. റാണിയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം മുട്ട, 5 ദിവസം പുഴു, 8 ദിവസം സമാധിദശ കഴിഞ്ഞിട്ട് 16-ാമത്തെ ദിവസം വിരിഞ്ഞ് പുഴുവായിട്ട് മാറും. റാണികളുടെ പുതുതായിട്ട് വിരിഞ്ഞിറങ്ങുന്ന റാണിയുടെ ധർമ്മം എന്ന് പറയുന്നത് ആ കൂടിനെ നിയന്ത്രിക്കുക, ആ കൂട്ടില് പുതിയ ഉൽപാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അംഗങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ അംഗങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു മേറ്റിംഗ് നടക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടാണ് അതാണ് ആണീച്ചകളുടെ ധർമ്മം എന്ന് പറയുന്നത്. റാണിയുമായിട്ട് ഇണചേരുക എന്നുള്ളതാണ് ആണീച്ചകളുടെ ധർമ്മം. വേലക്കാരികളുടെ ധർമ്മം പല ധർമ്മങ്ങളുണ്ട്, പല ജോലികളുണ്ട് അവർക്ക്. റാണിക്ക് മേറ്റിംഗ് നടന്ന ശേഷം ആ കൂട്ടില് എത്രത്തോളം മുട്ടയിടാൻ പറ്റുമോ അത്രത്തോളം മുട്ടയിടുക എന്നുള്ളതാണ് റാണിയുടെ ധർമ്മം. അതിനോടൊപ്പം തന്നെ കൂടിനെ ഏകോപിപ്പിച്ച് നിർത്തുക എന്നുള്ളതും റാണിയുടെ ധർമ്മമാണ്. റാണി പുറപ്പെടുവിക്കുന്ന ഫെറമോൺ അതുമൂലമാണ് എല്ലാ തേനീച്ചകളും അടുക്കും ചിട്ടയോടും കൂടി അവരുടെ ജോലികൾ ചെയ്യുന്നത്. ആണീച്ചകളുടെ ധർമ്മം എന്ന് പറയുന്നത് റാണിയുമായിട്ട് ഇണചേരുക എന്നുള്ളതാണ്. എന്നാൽ വേലക്കാരികൾ 3 ദിവസം മുട്ടയായിട്ടിരുന്നു, 4-ാമത്തെ ദിവസം വിരിഞ്ഞ് പുഴുവായി, 6 ദിവസം കൊണ്ട് ആ പുഴു വളർന്ന് തൻ്റെ ശരീരത്തെ ഒരു കൊക്കൂണ് കൊണ്ട് പൊതിഞ്ഞ ശേഷം 12 ദിവസം സമാധിദശയിലേക്ക് പോയി 21-ാമത്തെ ദിവസം വിരിഞ്ഞിറങ്ങി വരുന്ന പൂർണ്ണ വളർച്ചയെത്തിയ തേനീച്ച, വേലക്കാരി തേനീച്ച, അവർ ആദ്യമായിട്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അവർ വിരിഞ്ഞിറങ്ങി വന്ന കൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, ഒരു തേനീച്ചക്കൂട്ടില് 6 ഫ്രെയിമുണ്ട്. 6 ഫ്രെയിമിലും ഓരോ അടകൾ കെട്ടും. ഇന്ത്യൻ തേനീച്ച ഒറ്റ അടകൾ മാത്രം കിട്ടുന്ന തേനീച്ചകളുണ്ട്. അത് പെരുന്തേനീച്ചയും കോൽ തേനീച്ചയുമാണ്. പക്ഷെ നമ്മൾ ഇന്ത്യൻ തേനീച്ച വളർത്തുന്നത് കൊണ്ട് ആ കൂട്ടിന് 6 ഫ്രെയിമുണ്ട്, 6 ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ 6 അടകൾ അവർ പണിയും. ഈ 6 അടകളിൽ ഒരടയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് 2 പുറങ്ങളിലും ഹോളുകളുണ്ട്. 2 പുറത്തും ഹോളുകളുണ്ട്. ആ ഹോളുകളിലാണ് തേനീച്ച, ആ റാണി തേനീച്ച വന്നിട്ട് മുട്ടയിടുന്നത്.
അങ്ങനെ മുട്ടയിട്ട് വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ ഹോള് അവർ വൃത്തിയാക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ജോലി. വേലക്കാരിയായിട്ട് വിരിഞ്ഞിറങ്ങി വരുന്ന തേനീച്ചകളുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. ഒരിടയിൽ ഏകദേശം 1600 മുതൽ 2400 വരെയൊക്കെ ഹോളുകൾ രണ്ട് സൈഡുകളിലുമായിട്ട് ഉണ്ട്. ഞാൻ ഏകദേശം 2000, 2200 ഞാൻ എണ്ണിയിട്ടുണ്ട്. വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. പക്ഷെ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പല അടകൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അതില് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയേക്കുന്നത് 2200 വരെയൊക്കെ ഉള്ള ഹോളുകളാണ് രണ്ട് സൈഡുകളിൽ ഒരു അടയിൽ. അങ്ങനെ തേനീച്ച കോളനിയുടെ വലിപ്പവും സ്ട്രെങ്തും ഒക്കെ അനുസരിച്ച് ഹോളുകളിൽ വ്യത്യാസം വരും. എന്നിരുന്നാലും നമ്മൾ പൊതുവില് തേനീച്ചകൾ വിരിഞ്ഞിറങ്ങി വരുന്ന ആ ഹോള് വൃത്തിയാക്കുക എന്നതാണ് വേലക്കാരി തേനീച്ചയുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. ആദ്യത്തെ ജോലി അവര് 3 ദിവസം അവര് ചെയ്യും. അവരുടെ സ്വന്തം കൂടുകൾ മാത്രമല്ല, മറ്റുള്ള കൂടുകളും ഒക്കെ വൃത്തിയാക്കി കൊടുക്കുക എന്നാണ് ആദ്യത്തെ ജോലി. 4ാമത്തെ ദിവസം മുതൽ 13ാമത്തെ ദിവസം വരെ, 4 മുതൽ 13 ദിവസം വരെ അവർക്ക് റോയൽ ജെല്ലി ഉൽപാദനമുണ്ട്. 4 ദിവസം മുതൽ 13 ദിവസം വരെ അവർക്ക് റോയൽ ജെല്ലി ഉൽപാദനം ഉണ്ട്. ആ റോയൽ ജെല്ലി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന ജോലിയാണ് റാണി ഇടുന്ന മുട്ട. ആ മുട്ടയുടെ ഹോളിൽ ആ റോയൽ ജെല്ലി നിക്ഷേപിക്കുക എന്നുള്ളത്. അത് അവർ 3 ദിവസം ചെയ്യും. അത് ആ സമയത്ത് റാണിക്ക് ഭക്ഷണം കൊടുക്കും. റാണി കഴിക്കുന്ന ഭക്ഷണമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ ബീ ബ്രെഡ് ഉണ്ടാക്കുന്ന ജോലിയിലും അവർ ഏർപ്പെടും. ബീ ബ്രെഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. തേന്, പൂമ്പൊടി, ജലം, ഈ 3 കൂടെ ചേർന്നിട്ടുള്ള തേനീച്ചകളുടെ ഒരു ഭക്ഷണമാണ് ബീ ബ്രെഡ് എന്ന് പറയുന്നത്. റോയൽ ജെല്ലി എന്ന് പറയുന്നത് അവരുടെ തലയുടെ നടുവിൽ കൂടി ഒഴുകി വരുന്ന ഒരു ഭക്ഷണമാണ്. ആ റാണിയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. പിന്നെ വേലക്കാരി തേനീച്ചകളായാലും ആണീച്ചകളായാലും അവരുടെ മുട്ടകൾക്ക് 3 ദിവസം അത് കൊടുക്കും. ആ റോയൽ ജെല്ലി കിടന്നിട്ട് വിരിഞ്ഞ് പുഴുവായിട്ട് മാറും. 14 മുതൽ 18 ദിവസം വരെ, 14ാമത്തെ ദിവസം മുതൽ 18ാമത്തെ ദിവസം വരെ അവർ ചെയ്യുന്ന ജോലിയാണ് അവരുടെ ആ കൂട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അവര് മുട്ടയിടുന്ന ആ ഹോളുകൾ കറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഓരോ അടകളും പണിയുക. ആ അടകൾ പണിയാൻ വേണ്ടിയിട്ട് അവരുടെ പ്രധാന മെറ്റീരിയൽ എന്ന് പറയുന്നത് ബീ വാക്സ് ആണ്. ബീ വാക്സ് ഉൽപാദനം 14 മുതൽ 18 ദിവസം വരെ തേനീച്ചകൾക്കുണ്ടാവും. ആ പ്രായത്തിലുള്ള തേനീച്ചകൾക്ക് ബീ വാക്സ് ഉൽപാദനം ഉണ്ടാവും. 18 മുതൽ 21ാമത്തെ ദിവസം വരെ അവരുടെ കൂട്, ആദ്യത്തേത് അവരുടെ അറകളായിരുന്നു വൃത്തിയാക്കിയതെങ്കിൽ ആ കൂട്ടിലുള്ള വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ജോലിയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. 18 മുതൽ 21ാമത്തെ ദിവസം വരെ. 21 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറക്കാനുള്ള ശേഷിയായി. ആ പറക്കാനുള്ള ശേഷിയായി കഴിഞ്ഞാൽ അവര് തേനെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. തേനെടുക്കലിന് മുന്നോടിയായിട്ട് ഒരു പറക്കൽ പരിശീലനം കൂടിയാണ് അവരുടെ ആ കൂട്ടിലുള്ള
വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെ അവർ പറന്ന് ശീലിച്ച് കുറെ അധികം ദൂരം കടന്നു ചെന്നിട്ട് അവര് തേൻ ശേഖരിച്ചുകൊണ്ട് കൂട്ടിലേക്ക് വരും. അങ്ങനെ ശേഖരിച്ചുകൊണ്ട് വരുന്ന തേൻ ശേഖരിച്ചുകൊണ്ട് വരുന്ന തേനീച്ച അതില് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തേൻ നല്ലതാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പരിശോധിക്കുന്ന തേനീച്ചകളുണ്ട്. അങ്ങനെ പരിശോധിച്ച് അതിന്റെ ഉറവിടം എവിടെയാണെന്ന് കാണിച്ചു വേണ്ടിയിട്ട് തേനീച്ചകൾ ഡാൻസ് ചെയ്യാറുണ്ട്. വൃത്താകൃതിയിലുള്ളതും അർദ്ധവൃത്താകൃതിയിലുള്ളതും ആരോ പോലുള്ളതും അവരുടെ എടുത്തുകൊണ്ടുവന്ന ആ സ്രോതസ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പലവിധ ഡാൻസുകൾ നൃത്തത്തിലൂടെ മറ്റുള്ള തേനീച്ചകളെ അറിയിക്കുകയും അവർ കൂട്ടമായി ചെന്ന് ആ സ്രോതസ് കണ്ടുപിടിച്ച് കൂട്ടിലേക്ക് പ്രകൃതിയിൽ നിന്ന് തേൻ എടുത്തുകൊണ്ട് വരും. അങ്ങനെ തേൻ എടുത്തുകൊണ്ട് വന്ന് തേനീച്ചക്കൂട്ടിൽ അതേപോലെ തന്നെ അങ്ങ് നിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഒരു പ്രോസസ്സിങ് അവർ നടത്തും. ആ പ്രോസസ്സിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ തേനിന്റെ ഒരു സ്രോതസ് അവർ കണ്ടെത്തി. ആ സ്രോതസ്സിൽ നിന്ന് ആദ്യം തേനീച്ചകൾ അത് വലിച്ചു കുടിക്കും. വലിച്ചു കുടിച്ച ശേഷം അവരുടെ ശരീരത്ത് കടന്ന് അവരുടെ ദഹനരസങ്ങളും ഒക്കെ ചേർന്നിട്ട് ഈ കുടിച്ച തേൻ ദഹിക്കും. അങ്ങനെ ദഹിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഊർജം അതിൽ നിന്ന് കിട്ടും. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നെക്ടർ അഥവാ പൂന്തേൻ, ആ പൂന്തേനകത്ത് ഉള്ള പഞ്ചസാര എന്ന് പറയുന്നത് അത് സുക്രോസ് എന്ന് പറയുന്ന പഞ്ചസാരയാണ്. തേനീച്ചകളുടെ ശരീരത്തേക്ക് ചെന്നിട്ട് അത് ദഹിക്കുമ്പോൾ സുക്രോസ് എന്ന് പറയുന്ന പഞ്ചസാര വിഘടിച്ച് ലെക്ടോസ് ഫെക്ട്രോസ് എന്ന് പറയുന്ന ലഘു പഞ്ചസാരകളായിട്ട് മാറും. ലെക്ടോസും ഫെക്ട്രോസും. അപ്പം 3 പഞ്ചസാരയെ കുറിച്ച് പറഞ്ഞു. 1 സുക്രോസ്, 2 ലെക്ടോസ്, 3 ഫ്രക്ടോസ്. നമ്മുടെ തേൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 3 തരത്തിലുള്ള പഞ്ചസാരകളും അതിലുണ്ടാകണം. സുക്രോസ് ഏകദേശം 5% താഴെയായിരിക്കണം. ലെക്ടോസ് ഫെക്ട്രോസ് അനുപാതം 32 മുതൽ 38% വരെയാണ്. പിന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജലാംശം അത് 20 മുതൽ 25% വരെയൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, കേരളത്തിന്റെ കാലാവസ്ഥയിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തേനിനകത്ത് ജലാംശം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മിനറൽസ്, ധാതുക്കള്, എൻസൈമുകള്, അങ്ങനെ വിവിധ ഘടകങ്ങൾ തേനിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരു കൊഴുപ്പ് രഹിത ഭക്ഷണമാണ് തേൻ എന്ന് പറയുന്നത്. അപ്പോ സ്രോതസ്സിൽ പോയി തേനീച്ചകൾ തേൻ കുടിച്ചു, അവരുടെ ശരീരത്ത് വിഘടിച്ചു. ലെക്ടോസ് ഫെക്ട്രോസ് എന്ന് പറയുന്ന പഞ്ചസാരകളായി മാറി. എന്നിട്ട് അവർ തിരിച്ചു കൂട്ടിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയും അവർ പല ഈച്ചകൾക്ക് ഈ തേൻ, അവർ കുടിച്ച് വിഘടിപ്പിച്ച തേൻ പല ഈച്ചകൾക്ക് കൈമാറും. ആദ്യം ഒരു ഈച്ചയ്ക്ക് കൊടുക്കും. ആ ഈച്ചയുടെ ശരീരത്തിൽ നിന്ന് വീണ്ടും വിഘടിക്കും. വീണ്ടും വിഘടിച്ച് ദഹിച്ച് അടുത്ത ഈച്ചയ്ക്ക് കൈമാറും. അങ്ങനെ പല ഈച്ചകൾ കൈമാറി തേനിലുള്ള സുക്രോസിനെ വിഘടിപ്പിച്ച് 100% സുക്രോസ് അവർ കൂട്ടിലേക്ക് നിക്ഷേപിക്കുമ്പോൾ 5% താഴെയായിട്ട് മാറും.
അങ്ങനെ പല ഈച്ചകൾ കൈമാറി കൂട്ടിലേക്ക് തേൻ ശേഖരിച്ചുകൊണ്ട് വന്ന് ഓരോ ലെയറായിട്ട്, ഓരോ നേർത്ത പാളികളായിട്ട് ആ ഹോളിലേക്ക് തേനീച്ചകൾ ഉണ്ടാകുന്ന 14 മുതൽ 18 ദിവസം വരെ പ്രായമുള്ള തേനീച്ചകൾ ഉണ്ടാക്കുന്ന അറകളിലേക്ക് അവർ ഊതി വിടും. അങ്ങനെ ആ അറകളിലേക്ക് തേനീച്ചകൾ തേൻ നിക്ഷേപിക്കുമ്പോൾ ചുറ്റും നിന്ന് മറ്റ് തേനീച്ചകൾ അവരുടെ ചിറകുകൾ കൊണ്ട് അതിശക്തമായിട്ട് വീശി തേനിലുള്ള ജലാംശത്തെ കുറയ്ക്കും. അവർ എടുത്തുകൊണ്ടുവരുന്ന ആ നെക്ടറില് വളരെ ലൂസായിരിക്കും. അത് 30-32% ജലാംശങ്ങൾ അതിനകത്ത് കാണും. അവരുടെ ശരീരത്തിൽ നിന്ന് ദഹിച്ച് അവരുടെ ചിറകുകൾ കൊണ്ട് വീശി കൂട്ടിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന തേനിന്റെ ജലാംശമാണ് ഞാൻ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് 20 മുതൽ 25% എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ലെയറായിട്ട് ഓരോ ഹോളും നിറച്ച ശേഷം വാക്സ് കൊണ്ട് അവർ തന്നെ ഒരു ക്യാപ്പ് ഉണ്ടാക്കി അതിനകത്ത് സീൽ ചെയ്ത് വെക്കും. അതാണ് തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന പാകമായ തേൻ എന്ന് പറയുന്നത്. കൂടാതെ ഈ തേനീച്ചകൾ ഒരു സ്രോതസ്സിൽ നിന്ന് തേനെടുത്തു കഴിഞ്ഞാൽ അതേ സ്രോതസ്സിൽ നിന്ന് മാത്രമേ തേനീച്ചകൾ തേനെടുക്കുകയുള്ളൂ. ആ സ്രോതസ്സിൽ തേൻ കുറവാണെങ്കിൽ മാത്രമേ മറ്റ് സ്രോതസ്സിലേക്ക് തേനീച്ചകൾ തേനെടുക്കാൻ വേണ്ടി പോവുകയുള്ളൂ. അതുമൂലം ഈ തേൻ ഇന്ന തേനാണെന്ന് പറഞ്ഞ് നമുക്ക് ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ പറ്റും. റബ്ബർ തേനാണെങ്കിൽ റബ്ബർ തേനാണ്, അതുപോലെ തന്നെ വെള്ളപ്പൈൻ്റെ തേനാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പൈൻ്റെ തേനാണെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. വേപ്പിൻ തേനാണെങ്കിൽ വേപ്പിൻ തേനാണെന്നും പറഞ്ഞിട്ട് നമുക്ക് ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ പറ്റും. മുരിങ്ങയുടെ തേനാണെങ്കിൽ മുരിങ്ങ തേനാണെന്നും പറഞ്ഞിട്ട് നമുക്ക് ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ പറ്റും. അങ്ങനെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് 48 മുതൽ 55% വരെ തേൻ ഒരേ സോഴ്സിൽ നിന്നായിരിക്കണം ടെസ്റ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവര് ഒരേ സ്രോതസ്സിൽ നിന്ന് അവര് തേനെടുക്കുന്നത്. ഒരേ സ്രോതസ്സിൽ നിന്ന് തേനെടുക്കുന്നത് മൂലം മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് അവര് ഒരേ പൂക്കൾ സന്ദർശിക്കുമ്പോൾ പരാഗണം നടക്കുന്നുണ്ട്. പല പൂക്കൾ സന്ദർശിക്കുകയല്ല. ഇപ്പൊ മത്തന്റെ പൂവിൽ നിന്ന് വേറൊരു മത്തന്റെ പൂവിലേക്ക് പോകുമ്പോൾ അവിടെ പരാഗണം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരേ ടൈപ്പിലുള്ള പൂക്കൾ അവർ സന്ദർശിക്കുമ്പോൾ അവിടെ പരാഗണം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ബ്രാൻഡായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് പോളിനേഷൻ നടക്കുമ്പോൾ നമുക്ക് ആഹാരങ്ങളുടെ ഉൽപാദനവും കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ തേനീച്ച വളർത്തൽ ഒരിക്കലും നഷ്ടമല്ല. നമ്മുടെ മറ്റുള്ള ആഹാരങ്ങളുടെ വർധനവിന് വേണ്ടിയിട്ടും തേനീച്ചകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ മാത്രമല്ല, മറ്റു ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, പ്രകൃതിക്ക് ഒരു ഉപകാരിയും കൂടിയാണ് തേനീച്ച. വിളകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തേനീച്ചകൾ സഹായിക്കുന്നുണ്ട്. അപ്പം തേൻ ഏത് രീതിയിലാണ് കൂട്ടിലേക്ക് വരുന്നതെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞു തരാം, വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ 21 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തേൻ ശേഖരണത്തിന് വേണ്ടി പോകുന്നു. അവരുടെ അവസാനത്തെ ജോലി, അവരുടെ ജീവിത അവസാനം എന്താണ്ട് 45 മുതൽ 60 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ജീവിത അവസാനമായി. ആ സമയത്ത് അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വെള്ളം
വെള്ളം ശേഖരിക്കുക, കൂടിന് കാവൽ നിൽക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എൻട്രൻസ് ഭാഗത്ത് കുറെ തേനീച്ചകൾ കൂട്ടമായിട്ടുണ്ടാകും. ആ തേനീച്ചകളൊക്കെ പ്രായമായിട്ടുള്ള തേനീച്ചകളാണ്. അതുപോലെ തന്നെ ജലം ശേഖരിച്ചു കൊണ്ടുവരുന്ന തേനീച്ചകൾ, അതൊക്കെ പ്രായമായിട്ടുള്ള തേനീച്ചകളാണ്. അപ്പം അവരുടെ ജീവിതകാലം, ആദ്യത്തെ ജോലി അവർ വിരിഞ്ഞിറങ്ങി വരുന്ന കൂട്, ആ ഹോള് വൃത്തിയാക്കുന്നത് തുടങ്ങി റോയൽ ജെല്ലി ഉൽപാദനം, ബീ ബ്രെഡ് നിർമ്മാണം, ബീ വാക്സ് നിർമ്മാണം, കൂട് വൃത്തിയാക്കൽ, തേൻ ശേഖരണം, ജലശേഖരണം, കൂടിന് കാവൽ, അങ്ങനെ അവരുടെ ഒരു ആയുസ് അതോടെ തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കുടുംബമായി റാണിയായാലും ആണീച്ചകളായാലും വേലക്കാരി തേനീച്ചകളായാലും കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ഷഡ്പദമാണ് തേനീച്ച എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളോടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ക്ലാസ് ഇന്ന് നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയുള്ള അവസരം തരികയാണ്. ഓരോരുത്തർ അൺമ്യൂട്ടായിട്ട് ചോദിക്കാം. താങ്ക് യു എബി സാർ. ഇനി നമ്മളൊരു ജസ്റ്റ് 2-3 മിനിറ്റ് നമ്മുടെ മെമ്പേഴ്സിന് ഡൗട്ടുകൾ ചോദിക്കാനുള്ള ഒരു ടൈം തരികയാണ്. ഓൺലി 3 മിനിറ്റ് തരുന്നുള്ളൂ. ടൈം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മൈക്കും ഓൺ ആയിരിക്കും. ഒന്ന് ചെക്കാക്കി നോക്കുക. ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് സാറിനോടൊന്ന് ചോദിക്കും. പിന്നെ പല ഭാഗത്തും ന്യൂ ഇയറിന്റെ പരിപാടികൾ നടക്കുന്നതുകൊണ്ട് പല ആളുകളും അതിന്റെ വെട്ടത്തു നിന്നൊക്കെയാണ് വരുന്നത് എന്ന് തോന്നുന്നു. അപ്പോ നമ്മൾ ടൈം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വളരെ മനോഹരമായി നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ഇന്നത്തെ ദിവസം മാറ്റി വെച്ചുകൊണ്ട്, ഇന്നത്തെ ടൈം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇത്രയും നല്ല പ്രോഗ്രാം ചെയ്തു തന്ന എബി സാറിനും പ്രാർത്ഥന ചൊല്ലിയ ശോഭന മാഡത്തിനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും നേരം നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മുടെ സാറ് നല്ല വൃത്തിയായിട്ട് തന്നെ എങ്ങനെയാണ് തേനീച്ച പരിപാലനം എന്നുള്ള അതിൻ്റെ ഒരു പടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാറ് നമുക്ക് സാറിന്റെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടാണ് ട്രൂവിൻ എന്ന പ്രസ്ഥാനത്ത് ഇങ്ങനൊരു പ്രൊജക്ട് ബേസ് കമ്പനിയാണ് തേനീച്ചയെ പറ്റിയിട്ടുള്ള കൃഷിയും കാര്യങ്ങളും ട്രൂവിൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് സാറ് ഞാൻ ക്ലാസ് എടുത്ത് തരാമെന്ന് നമുക്ക് കേട്ടത്. മറ്റേ സാറിന് തന്നെ ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ അവരുടെ ഗ്രൂപ്പിലെ വ്യക്തിയാണ്. അത്യാവശ്യം അവരെ ഇതിൽ തന്നെ സൂമൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഏകദേശം 15ഓളം പേര് പങ്കെടുത്തു. ആവശ്യമുള്ളവർ മാത്രമാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഇതിനായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് എന്തൊരു പ്രോഗ്രാം എന്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അതായത് ഒരു പ്രൊജക്ട് ആയിക്കോട്ടെ, ഒരു കൃഷി ആയിക്കോട്ടെ, നമ്മളൊരു എന്താ പറയാ, ഒരു ചെരങ്ങാവിത്ത് കുഴിച്ചിടുകയാണെങ്കിലും അതിന്റെ പ്രോസസ്സിങ്ങും അതിന്റെ പരിപാലനം എങ്ങനെയാണെന്നുള്ള കൃത്യമായി പഠിച്ചാൽ മാത്രമേ അതിന് നല്ല വിളകൾ കിട്ടുകയുള്ളൂ. അപ്പം ഇതൊരു തേനീച്ച എന്നുള്ളത് വെറും ഒരു പൈസ ഒരു കൃഷിയാണ്. അപ്പം നമുക്കറിയാലോ, റബ്ബർ കൃഷി, നെൽകൃഷി തുടങ്ങിയിട്ടുള്ള കൃഷികളെ പോലെ കൃഷിയാണ്. ഇതിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടുവാൻ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കണം. പഠിക്കുന്നതിന് കൂടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോഴേ നമുക്ക് സാറിന് നമുക്ക് മനസ്സിലാവേണ്ടെന്ന് മനസ്സിലാവുള്ളൂ. രണ്ടാമത്തത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചെറിയൊരു തുക മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പം നമുക്കുള്ളൊരു വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ്, ഒരേ സ്ഥലത്തുനിന്ന് ഓരോ പ്ലേസിൽ നിന്നുള്ള ആളുകളല്ല. അതുകൊണ്ട് ഗ്രൂപ്പിൽ സാറിന്റെ നമ്പർ ഉണ്ട്. സാർ ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാറിന്റെ നമ്പർ ചോദിച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് വിട്ടുതരും. കഴിയുന്നവര് ഇതിന്റെ കൂടെ തേനീച്ചപ്പെട്ടി തേനീച്ചകളടക്കം എടുത്തുകൊണ്ട്, അതായത് തേനീച്ച 2 കൂടെങ്കിലും എടുത്തുകൊണ്ട്
നമ്മളെ കൃഷി ഇതിന്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സാർ ഇവിടെ ക്ലാസ് ഓരോ ആഴ്ചയിലും ക്ലാസ് തരുമ്പോൾ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന് പേഴ്സണലായി ചോദിച്ചാൽ ക്ലാസ് സാർ പറഞ്ഞു തരും. അപ്പം സാറിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തേനീച്ചപ്പെട്ടി കരസ്ഥമാക്കുക. അപ്പോൾ നമുക്ക് 2 പെട്ടി 3 പെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കുഴപ്പമില്ലാതെ നമുക്ക് അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും സാറ് പറയുന്ന പോലെ നോക്കിയാൽ നമുക്ക് നമ്മുടെ കൃഷിയും നല്ല രീതിയിൽ ചെയ്തു തരാൻ വേണ്ടി പറ്റും, ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനായിട്ട് എല്ലാവരും മുന്നോട്ട് വരിക. അപ്പോൾ ഇത്രയും നേരം ഈ മീറ്റിംഗ് സഹകരിച്ച ഓരോ വ്യക്തിത്വങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദേവരാജൻ എന്തോ പറയാനുണ്ടെന്ന് കൈ കാണിച്ചായിരുന്നു. ദേവരാജൻ സാർ എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? ദേവരാജൻ സാർ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടൊരു ഹാപ്പി ന്യൂ ഇയർ നടന്നുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ട്രോബിൻ, ജയ് പാൻഡേജ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ, താങ്ക്